പാൽപ്പൊടി കൊണ്ട് വളരെ ഈസി ആയിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് അതായത് മിൽക്ക് മെയ്ഡ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. നമുക്ക് വീടുകളിൽ പലതരം ഡിസേർട്ട്സും സ്വീറ്റ്സും ഒക്കെ ഉണ്ടാക്കാൻ ഈ മിൽക്ക് മെയ്ഡ് വളരെ അത്യാവശ്യമാണ്. നമുക്കിത് പാൽപ്പൊടി കൊണ്ട് വെറും 2 മിനിറ്റ് സമയം മാത്രം എടുത്തിട്ട് ഈ മിൽക്ക് മെയ്ഡ് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാം. ഇത് നമുക്ക് 3-4 മാസമൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യാം. ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 കപ്പ് പാൽപ്പൊടി ചേർക്കാം. ഞാനിവിടെ കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട്. കാരണം നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചാൽ ആവശ്യം വരുമ്പോഴൊക്കെ ഉപയോഗിക്കാമല്ലോ. 2 കപ്പ് പാൽപ്പൊടിക്കാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1 കപ്പ് പഞ്ചസാരയാണ്. ഈ പഞ്ചസാര ഇതുപോലെ ചേർക്കരുത്, പൊടിച്ചതിന് ശേഷം ചേർക്കുക. നമുക്കിത് മിക്സിയുടെ ഒരു പൊടിക്കുന്ന ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഈ പൊടിച്ച പഞ്ചസാര നമുക്കിതിൻ്റെ ഈ പാൽപ്പൊടിയുടെ കൂടെ ചേർക്കാം. പൊടിച്ച പഞ്ചസാര 1 കപ്പ് എടുക്കരുത്, പൊടിക്കുന്നതിന് മുന്നേ തന്നെ 1 കപ്പ് എടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ മധുരം കുറയും. കാരണം പൊടിച്ച പഞ്ചസാര അല്പം കൂടുതൽ ഉണ്ടാവും. പഞ്ചസാര പൊടിച്ചത് മുഴുവൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നെയ്യാണ് ചേർക്കേണ്ടത്. 4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കണം 2 കപ്പ് പാൽപ്പൊടിക്ക്. അല്ലെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തിട്ടും ചേർക്കാം. എന്താണെങ്കിലും 4 ടേബിൾ സ്പൂൺ ചേർക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം ചേർക്കണം. തണുത്ത വെള്ളം ചേർക്കരുത്, ചെറിയ ചൂടോടുകൂടി തന്നെ ചേർക്കുക. അതുപോലെ വെള്ളത്തിൻ്റെ ചൂട് കൂടാനും പാടില്ല. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമ്മൾ കടയിൽ നിന്നും വാങ്ങിക്കുന്ന മിൽക്ക് മെയ്ഡിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനും ഉണ്ടാവുക. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത് കഴിയുമ്പോഴേക്കും ഒന്നുകൂടി കട്ടിയായിട്ട് വരും. ഞാനിതൊരു ഗ്ലാസിൻ്റെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലുള്ള മിൽക്ക് മെയ്ഡ് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. 4-5 മാസം വരെയൊക്കെ നമുക്കിത് ഫ്രിഡ്ജിൽ കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാൻ കഴിയും. അതുകൊണ്ട് അല്പം കൂടുതൽ ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.